പോളിമർ ടെക്നോളജി കോഴ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? 10th കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പോളിടെക്നിക്കിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ. അതിനെ കൂടാതെ ഈ പോളിമർ ടെക്നോളജി ബ്രാഞ്ച് നമ്മൾക്ക് കാണുമ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരുടെയും അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെയും സ്റ്റുഡൻസിൻ്റെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് അല്പമൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമസ്കാരം, ഞാൻ മനോജ്. ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നു. അയൺ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു കമ്പനിയിൽ ജനറൽ മാനേജറായിട്ട്. 1998 നാട്ടകം ഗവൺമെൻറ് പോളിടെക്നിക് ബാച്ചിൽ നിന്നും പാസ് ഔട്ടായ ആളാണ്. സോ കഴിഞ്ഞ 22 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, പോളിമർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ മറ്റ് ബ്രാഞ്ചുകളെ പോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് പോളിമർ ടെക്നോളജി. നമ്മളിപ്പോൾ ഗ്ലോബലി എടുത്ത് നോക്കിയാൽ തന്നെ റബ്ബർ പ്രൊഡക്ഷൻ 50% ഏഷ്യ പസഫിക്കിലാണുള്ളത്. അതുപോലെ തന്നെ റബ്ബറും അതിനെ അനുബന്ധിച്ചുള്ള സിന്തറ്റിക് റബ്ബറിൻ്റെ എല്ലാം ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ടുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പം ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ക്വാളിറ്റി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള മേഖലകളിൽ നല്ല ജോലി സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെ നമ്മുടെ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ്, അതിൻ്റെ മേഖലയിലും ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മുടെ കേരളത്തിനും പുറത്തായിട്ടും ഉണ്ട്. അപ്പോൾ അവിടെയും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ ഫൈബർ ആൻഡ് കോമ്പോസിറ്റ് മേഖലകളിലും ഒരുപാട് ഇന്ന് അതിൻ്റെ റോ മെറ്റീരിയലായാലും ക്വാളിറ്റിയിലായാലും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായാലും പ്രൊഡക്ഷനിലായാലും ഒക്കെ ഒരു ഡിപ്ലോമ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു സ്റ്റാർട്ടിംഗ് സാലറി 25,000 to 30,000 പെർ മന്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു 5 to 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ലെവലിലേക്ക് ഉയരാനും ഒരു 12 lakhs പെർ annum സാലറി വരെയൊക്കെ നമുക്ക് നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ നേടിയെടുക്കാവുന്നതാണ്. ഒരു 20+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഒരു ജനറൽ മാനേജർ ലെവലിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീലാൻസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സുകൾ നമുക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ആളുകൾക്ക് നമുക്ക്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് നമുക്ക് പ്രോഡക്ട്സ് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രോസസ്സ് കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺസൾട്ടിങ് ഫീസ് അങ്ങനെയുള്ള ഇൻകം ഉണ്ടാക്കാം. അങ്ങനെ അനന്തമായ സാധ്യതകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്.